ഈ വീട്ടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഇവിടെ പ്രധാന ഡോർ വെച്ചു എന്ന് കരുതുക. ഇവിടെ നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 7-8 എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. 8 എന്ന് പറയുന്നത് നല്ല പ്രോസ്പെരിറ്റി ഉള്ള ഒരു സ്റ്റാർ ആയിരുന്നു 2004 തൊട്ട് 2024 വരെ. ഇപ്പോൾ അതിന്റെ പ്രോസ്പെരിറ്റി കുറഞ്ഞു. അതേസമയം ഈ 9-1 കോമ്പിനേഷനിൽ ഈ 1 നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളുടെ ഡോർ ഇരിക്കുന്നത്. 1 എന്താണ്? 1 തൊഴിൽപരമായിട്ട് നല്ലതാണ്. നമ്മൾ വീട് പണിയാൻ പോകുമ്പോൾ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാറും കൂടെ നോക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം നമുക്കൊരു വീടിൻ്റെ വാസ്തു നോക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 വീടിനും ഒരു കണക്ക് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വടക്കോട്ട് ദർശനമാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇന്ന ഭാഗത്ത് ഇന്ന റൂം വരണം, ഇന്ന ഭാഗത്ത് ഇന്നത് വരണം, അങ്ങനെ ആ രീതിയിൽ പ്രധാന വാതിൽ ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉച്ച നീചങ്ങൾ അനുസരിച്ചിട്ട് ഡോറുകളെല്ലാം ചെയ്യാം. അതേസമയം ഫ്ലൈയിങ് സ്റ്റാർ എടുക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ 2026 ഒരു വീട് വെക്കുന്നു എന്ന് കരുതുക. ഇത് വടക്ക് ദർശനത്തിലുള്ള ഒരു വീടാണെന്ന് കരുതുക. ഇപ്പൊ നമ്മൾ വാസ്തുവിൽ എന്താ പറയുന്നത്? നമ്മളൊരു വീട് വെക്കുമ്പോൾ വീടിന്റെ പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് നമുക്ക് പ്രധാന ഡോറ് പണിയാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ കണക്കെടുത്തു. അതായത് വീട് വെക്കുന്ന അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന 2 നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീട്ടിന്റെ വസ്തുവിൽ ചെന്നിട്ട് അതിന്റെ ഫേസിംഗ് ഡിഗ്രിയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ചിട്ട് ഓരോ നക്ഷത്രങ്ങളും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ ഇവിടെ പ്രധാന ഡോറ് വെച്ചു എന്ന് കരുതുക. അതായത് ഇപ്പൊ വാസ്തു പ്രകാരം പറയുന്നുണ്ടല്ലോ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന ഡോറ് വരാമെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ നിങ്ങൾ ഡോറ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 7-8 എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. അതിൽ ഈ 8 ആണ് വർക്ക് ചെയ്യുന്നത്. 8 എന്ന് പറയുന്നത് നല്ല പ്രോസ്പെരിറ്റി ഉള്ള ഒരു സ്റ്റാർ ആയിരുന്നു എന്ന് തൊട്ട് 2004 തൊട്ട് 2024 വരെ. ഇപ്പോൾ അതിന്റെ പ്രോസ്പെരിറ്റി കുറഞ്ഞു. ആ സ്റ്റാർ മോശമായില്ല, പക്ഷെ അതിന്റെ പ്രോസ്പെരിറ്റി കുറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പ്രോസ്പെരിറ്റി നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥലത്താണ് അല്ലെങ്കിൽ ഒരു ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിലാണ് നമ്മൾ കൊണ്ടുപോയി പ്രധാന ഡോർ വെച്ചിരിക്കുന്നത്. അതേസമയം ഇവിടെ ആണെങ്കിലോ വീടിന്റെ സെന്ററിലാണ് ഡോർ വെച്ചത്, ഈ ഭാഗത്താണ് നമ്മൾ ഡോർ വെച്ചതെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 9-1 കോമ്പിനേഷനിൽ ഈ 1 നിൽക്കുന്ന സ്ഥലത്താണ് നമ്മളുടെ ഡോർ ഇരിക്കുന്നത്. 1 എന്താണ്? 1 തൊഴിൽപരമായിട്ട് നല്ലതാണ്. ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാർ 1 ആണോ? അല്ല, പ്രസന്റ് സ്റ്റാർ 9 ആണ്. അപ്പൊ അതേ ഫ്യൂച്ചർ സ്റ്റാർ ഏതാണ്? 1 ആണ്. അപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാനം നോക്കി വീട് വെച്ച് കഴിഞ്ഞാൽ അത് എന്നെന്നും ഗുണപ്രദമായിട്ടുള്ളൊരു സ്റ്റാറിലായിരിക്കും നമ്മുടെ വീട് ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഫംഗ്ഷൻ കൂടെ നോക്കി ഈ സ്റ്റാറുകളെയും കൂടെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ കട്ടളയുടെ പ്രധാന സ്ഥാനം കണ്ടുപിടിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് വാസ്തുവിൽ അല്ലെങ്കിൽ ഫംഗ്ഷനിൽ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കാം. ബെഡ്റൂമിനെ പറ്റി പറയുമ്പോൾ ഈ വീട്ടിലിനെ സംബന്ധിച്ചിടത്തോളം സൗത്ത് വെസ്റ്റിലെ ബെഡ്റൂം ഏറ്റവും നല്ലൊരു ബെഡ്റൂമാണ്. ഈ വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ കോമ്പിനേഷനാണ് പറയുന്നത്. അപ്പോൾ അത് എല്ലാ വീടിന്റെ നോർത്തിനും ഇത് തന്നെ അല്ല ഫ്ലൈയിങ് സ്റ്റാർ കോമ്പിനേഷൻ, മാറിക്കൊണ്ടേയിരിക്കും. ഡിഗ്രി മാറുന്നതനുസരിച്ച് ഫ്ലൈയിങ് സ്റ്റാർ കോമ്പിനേഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇത് നോർത്ത് 2 ഡയറക്ഷനിലേക്ക് വന്നിട്ടാണ് ഈ ഒരു ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ വന്നിരിക്കുന്നത്. അത് നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. അതേസമയം അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നോർത്ത് വന്നില്ല ഫ്ലൈയിങ് സ്റ്റാർ ഇതല്ല, അപ്പോൾ അതിന് വേറെ കണക്കാണ്. ഇതിപ്പോൾ നോർത്ത് 2ന്റെ കണക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് നല്ല സൂപ്പർ ബെഡ്റൂമാണ്. ഏതാണ്? കന്നിമൂലയിൽ. അതേസമയം വടക്ക് പടിഞ്ഞാറ് വായുകോണിലിരിക്കുന്ന ബെഡ്റൂം എന്ന് പറയുന്നത് ഇതൊരു ടോട്ടൽ ലോസിന്റെ സ്റ്റാറാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഈ സ്റ്റാർ ഈ ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റാറാണ്. അപ്പം ഈ ബെഡ്റൂം അത്ര നല്ലതല്ല. അതേസമയം ഈ ബെഡ്റൂം നല്ലതാണ്. ഇത് ബേസിക് വാസ്തു അല്ല ഞാൻ പറയുന്നത്, ഇത് ഫെങ്ഷുയുടെ അഡ്വാൻസ് ആയിട്ടുള്ള തിയറികളാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് നോക്കിയിട്ട് നമ്മൾ റൂമുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻട്രൻസുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയുടെ ഫ്ലൈയിങ് സ്റ്റാർ എന്ന് പറയുന്ന മെത്തേഡിലൂടെ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് 5 വർഷമോ 10 വർഷമോ 15 വർഷമോ 25 വർഷമോ വഴക്കമുള്ളൊരു വീട്, താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്, ആ വീട്ടിൽ ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഈ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം അവർ കിടക്കുന്ന ഭാഗത്തെ ബെഡ്റൂമിലെ നക്ഷത്രം ഏതാണ്, അവരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, വാതിൽ നിൽക്കുന്ന നക്ഷത്രം ഏതാണ്, അതെങ്ങനെ സ്വാധീനിക്കുന്നു. ഈ നക്ഷത്രങ്ങൾ മോശമാണെങ്കിൽ ഉടനെ വീട് പൊളിക്കൂ എന്നുള്ളതല്ല പറയുന്നത്. മോശമാണെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. നമുക്കിനി ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോവാം. ഇത് 5 എലമെന്റ് പഗോഡ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇപ്പോൾ വീട്ടിലുണ്ടാകുന്ന 5 എന്ന് പറയുന്ന നക്ഷത്രത്തിൻ്റെ ഒരു പരിഹാരമായിട്ട് ചെയ്യാം. 2026 സൗത്ത് ദർശനമുള്ള അല്ലെങ്കിൽ സൗത്തിൽ പ്രധാന ഡോറുള്ള എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ഒരു 5 എലമെന്റ് പഗോഡ പ്രധാന വാതിലിന് സമീപം വെക്കുന്നത് നല്ലതാണ്.
ഫൈവ് എലമെന്റ് പഗോഡ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും പഗോഡ ടവർ ആണെന്ന്. പഗോഡ ടവർ വേറെ, ഫൈവ് എലമെന്റ് പഗോഡ വേറെ. പഗോഡ ടവർ ഉപയോഗിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 2026 സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാമ്പത്തിക അഭിവൃദ്ധി നേടിത്തരുന്ന സ്റ്റാർ എന്ന് പറയുന്ന നയനാണ്. അത് വന്നു നിൽക്കുന്നത് സൗത്ത് ഈസ്റ്റിലാണ്. അപ്പോൾ ഫുങ്ഷു പ്രകാരം ബേസിക് തിയറി അനുസരിച്ച് സൗത്ത് ഈസ്റ്റ് സമ്പത്തിന്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഈ വർഷം വെൽത്ത് സ്റ്റാർ 9 കൂടെ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇരട്ടി ഫലമാണ്. ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ലിവിംഗ് റൂമിന്റെ സൗത്ത് ഈസ്റ്റിലോ നിങ്ങളുടെ മൊത്തം വീടിന്റെ സൗത്ത് ഈസ്റ്റിലോ ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ബേസ് നിൽക്കുന്നത് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങൾക്ക് കൊണ്ട് തരാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിലിനെ കണക്കാക്കുന്നുണ്ട്.